പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ അടിപൊളി വീഡിയോയിലേക്ക് പോകാം. വേമ്പനാട്ടുകായലിനു നടുവിലായി പ്രകൃതി രമണീയമായ ഒരു ഭൂമിയാണ് കടമക്കുടി എന്ന സുന്ദര ഭൂമി. കായൽ ഞണ്ട്, ചെമ്മീൻ കെട്ടുകൾ, പൊക്കാടി പാടങ്ങളും നിറഞ്ഞ കടമക്കുടി ദ്വീപുകൾ വൈകുന്നേരങ്ങളിൽ ചെലവഴിക്കാൻ ഏറ്റവും മികച്ച സ്ഥലമാണ്. കൊച്ചിയിൽ നിന്ന് വെറും 8 കിലോമീറ്റർ അകലെയാണ് കടമക്കുടി. കടമക്കുടിയെക്കുറിച്ച് പറയുമ്പോൾ കടന്നാൽ കുടുങ്ങി എന്ന പ്രാസം ഒപ്പിച്ച് പറയാറുണ്ട്. പണ്ട് ഇത് ഏകദേശം സത്യമായിരുന്നു. ദ്വീപിലേക്ക് വരാനും പോകാനും എല്ലാം ഇന്നുള്ളതുപോലെയുള്ള വിപുലമായ സൗകര്യങ്ങൾ അന്നുണ്ടായിരുന്നില്ല. 1341 വെള്ളപ്പൊക്കത്തിൽ കൊച്ചി അഴിമുഖത്തിൻ്റെ രൂപീകരണ സമയത്താണ് കടമക്കുടിയും ഉണ്ടായതെന്ന് കരുതുന്നു. 4 വശങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ടതിനാൽ നാട്ടുകാർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനായി ബോട്ടുകളും വഞ്ചികളും മാത്രമേ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് റോഡ് സൗകര്യം വന്നതോടെ കടമക്കുടിയുടെ വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിച്ചു. 14 ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് കടമക്കുടി ദ്വീപുകൾ. അങ്ങനെ നമ്മൾ കടമക്കുടിയിലെത്തി. അപ്പോൾ അടിപൊളി കാഴ്ചയാണ് കേട്ടോ. പ്രകൃതി രമണീയമായ കാഴ്ചയാണ് നമുക്ക് ആ കടമക്കുടിയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഉദയാസ്തമയ കാഴ്ചകൾ അടിപൊളിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ആളുകൾ ഇവിടെ വരുന്നത്. പിന്നെ പൊക്കാളി പാടങ്ങൾ നമുക്ക് നടക്കാം, ദേശാട പക്ഷികളെ കാണാം, അതേപോലെ തന്നെ മീൻപിടുത്തം ഇഷ്ടമുള്ളവർക്ക് അത് ഇവിടെ പരീക്ഷിക്കാം. പിന്നെ ഇവിടെ ജിമ്മ് ഉണ്ടായിരുന്നു. ജിമ്മ് എന്ന് പറഞ്ഞാൽ ഔട്ട്ഡോർ ജിമ്മായിരുന്നു. നമ്മളിപ്പോൾ ഈ ബീച്ചിൽ പോകുമ്പോൾ കാണുന്ന ആ ഔട്ട്ഡോർ ജിം ഉണ്ടായിരുന്നു അവിടെ. സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ നിങ്ങൾ ഭക്ഷണപ്രേമിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കടമക്കുടി സന്ദർശിക്കുക. അടിപൊളിയാണ് ഇവിടുത്തെ ഫുഡ്. നല്ല ചോറും നല്ല നാടൻ ചെമ്മീൻ കറിയും കരിമീൻ പൊള്ളിച്ചതും ഞണ്ട് റോസ്റ്റും പപ്പടം കൂട്ടി അങ്ങോട്ട് പിടിങ്ങോട്ട് പിടിച്ച് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഫുഡ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ കടമക്കുടി സന്ദർശിക്കുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആലപ്പുഴ പോയ പോലെ ഒരു ഫീലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഹൗസ് ബോട്ടിന് കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാം അതുപോലെ ഉണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റും അതേപോലെ തന്നെ സൺസെറ്റിൻ്റെ സമയത്താണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് അവിടെ കുറേ ആൾക്കാർ ചായക്കടിക്ക് വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ തോണി സർവീസ്, അപ്പോൾ തോണിയിൽ പോകാൻ ആഗ്രഹമുള്ളവർക്ക് തോണി സർവീസ് ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വരമ്പിലൂടെ നമ്മളിനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 സൈഡും നല്ല അടിപൊളി നല്ല കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നല്ല ഫോട്ടോസ് നമുക്കിവിടെ കിട്ടും. ബാക്കി കാണാം. അപ്പോൾ ഈ 2 സൈഡ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെമ്മീൻ കെട്ടുകളാണ്. അപ്പോൾ ഇവിടെയാണ് ചെമ്മീൻ കൃഷി നടക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇവിടെ മീൻപിടുത്തത്തിന് പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ ഒരു കടമക്കുടി എന്ന് പറയുന്നത്. അപ്പോൾ ചെമ്മീൻ കൃഷിയാണ് 2 ഭാഗത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി ഭംഗി ഇഷ്ടപ്പെട്ടവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. കാരണം അല്ലാത്തവർക്ക് ഇത് ഒരു രസമായിട്ടൊന്നും തോന്നില്ല. പക്ഷേ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന സ്ഥലമാണ് കടമക്കുടി ദ്വീപ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കും തീർച്ചയായിട്ടും വന്ന് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഫുഡ് സ്പോട്ടുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കടമക്കുടി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബോട്ട് യാത്രയുണ്ട്, കയാക്കിംഗ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട്. അപ്പോൾ നല്ല ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് തരുന്ന ഒരു ദ്വീപാണ് കടമക്കുടി ദ്വീപ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കടമക്കുടിയൊക്കെ കഴിഞ്ഞു. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് സെൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ചിലേക്കാണ്. ചരിത്രപ്രധാനമായ ഒരു സ്ഥലമാണ് സെൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. അങ്ങനെ നമ്മൾ സെൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ചിലേക്ക് എത്തി. അപ്പോൾ കുറേ ആൾക്കാർ ഫോർട്ട് കൊച്ചി വരുമ്പോൾ മിസ്സാക്കുന്ന ഒരു ചർച്ചാണ് സെൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ച് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ചരിത്രം പറഞ്ഞാൽ, ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞാൽ നമ്മൾ ആരും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് സെൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാണാം. സെൻറ്റ് ഫ്രാൻസിസ് CSI പള്ളി, കൊച്ചി. ഫോർട്ട് കൊച്ചിയിലുള്ള സെൻറ്റ് ഫ്രാൻസിസ് പള്ളി ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ പള്ളികളിൽ ഒന്നാണ്. 1503 പോർച്ചുഗീസുകാരാണ് ഈ പള്ളി ആദ്യമായി കെട്ടിപ്പടുത്തത്. വാസ്കോ ഡ ഗാമയുടെ ആദ്യ ശവസംസ്കാരവും ഇവിടെ നടന്നിരുന്നു. പിന്നീട് പള്ളിയെ ഡച്ചുകാരും പിന്നീട് ബ്രിട്ടീഷുകാരും നിയന്ത്രിച്ചു. ഇപ്പോൾ ഇത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ കീഴിലാണുള്ളത്. പള്ളിയുടെ ആർക്കിടെക്ചർ പുരാതന യൂറോപ്യൻ ശൈലിയിലാണ്. ചരിത്രം സ്മരിക്കുന്ന ഒരു പ്രധാന സ്മാരകം കൂടിയാണിത്. അപ്പോൾ ഈ കാണുന്നതാണ് വാസ്കോ ഡ ഗാമനെ ആദ്യമായിട്ട് ശവമടക്കിയ സ്ഥലം എന്ന് പറയുന്നത്. ഇനി ഈ പള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പള്ളിയായിരുന്നു. വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറുള്ള ഒരു പള്ളിയാണ് ഈ ഒരു പള്ളീൻ്റെ. മൊത്തത്തിൽ നമുക്ക് അടിപൊളി പള്ളിയായിരുന്നു. അപ്പോൾ പിന്നെ ഈ പള്ളിയെക്കുറിച്ച് പറയാൻ ധാരാളം പ്രത്യേകത ഉള്ളൊരു പള്ളിയാണ് ഈ ഒരു പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ഇവിടെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചുമരുകൾ തന്നെയാണ്. ആളുകളെ ശവം അടക്കിയ ഒരു കാര്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ളിലാണ് ഇവരെ ശവം അടക്കിയതിന് ശേഷം അതിന് മുകളിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്.
അങ്ങനെ സെൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ചൊക്കെ കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഉച്ച സമയമായി. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നല്ലൊരു ഹോട്ടൽ ഇങ്ങനെ നമ്മൾ തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഹോട്ടലിലെത്തിയിട്ട് ബാക്കി കാണാം. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. അപ്പോൾ നമ്മൾ സദ്യയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സദ്യയായിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ കൂട്ടാനുണ്ടായിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ ചോറിനൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വയറ് നിറച്ച് കഴിച്ചു എല്ലാവരും. അപ്പോൾ നമ്മൾ മുട്ട പൊരിച്ചത് ഇതിനും കൂടെ ഓർഡർ ചെയ്തു. അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അപ്പോൾ വയറൊക്കെ നിറച്ച് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. അപ്പം നമ്മൾ പ്രത്യേകിച്ച് വേറെ സ്ഥലത്തൊന്നും വരെ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ പോയി. അപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മൾ പുതിയൊരു ദിവസം തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഫസ്റ്റ് തന്നെ പോയി. അപ്പോൾ ഇതിൽ ഫുഡ് വ്ളോഗ് മാത്രമാണ് വിചാരിക്കരുത്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. രാവിലത്തെ ഫുഡ് ഞാൻ രാഗി ദോശ ഓർഡർ ചെയ്തു, അവിടെ നൂൽപുട്ട് ഓർഡർ ചെയ്തു, പിന്നെ അവിടെ ഉപ്പുമാവ് ഓർഡർ ചെയ്തു, പിന്നെ മസാല ദോശ. അപ്പോൾ ഇതായിരുന്നു നമ്മളെ രാവിലത്തെ ഫുഡ്. അപ്പോൾ നമ്മൾ വെജ് തന്നെയാണ്, ടൂറൊക്കെ പോകുമ്പോൾ വെജ് തന്നെയാണ് കഴിക്കുന്നത്, നമ്മൾ നോൺ വെജ് കുറവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പുതിയ സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടുത്തെ വിശേഷം അടുത്ത് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മ്യൂസിയമായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമാണ് ഹിൽ പാലസ് മ്യൂസിയം എന്ന് പറയുന്നത്. കൊച്ചിയിലെ മെയിൻ അട്രാക്ഷനാണ് ഹിൽ പാലസ് മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് ബാക്കി പോവാം. ഹിൽ പാലസ് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിലാണുള്ളത്. കൊച്ചിൻ രാജവംശത്തിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ചതാണ് ഈ ഒരു കൊട്ടാരം എന്ന് പറയുന്നത്. 1865 പണിയപ്പെട്ടത്. രാജവംശത്തിൻ്റെ ഭരണനിരക്കുകൾ, സാമൂഹിക സാംസ്കാരിക ചരിത്രം, കലാസമ്പത്ത് എന്നിവയുടെ തെളിവുകളായി നിരവധി വസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇതിന്ന് കേരള സർക്കാർ കൈവശമെടുത്ത പുരാവസ്തു വകുപ്പ് നിയന്ത്രിക്കുന്ന മ്യൂസിയമായി പ്രവർത്തിക്കുന്നു. ഇവിടെ 49ഓളം മുറികൾ ഉൾപ്പെടുന്ന വലിയ കെട്ടിട സമുച്ചയമുണ്ട്. മ്യൂസിയത്തിൽ കൊച്ചിൻ രാജാക്കന്മാരുടെ ആഭരണങ്ങൾ, പുരാതന തുരങ്കങ്ങൾ, പുരാവസ്തുക്കൾ, ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങൾ, കൊടിമരങ്ങൾ, കൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന ലളിത ശ്രീപണികൾ, ചായുമുറികൾ, ഒട്ടേറെ ശില്പങ്ങൾ, വിവിധ പുരാതന കലാവസ്തുക്കൾ എന്നിവ പ്രദർശിപ്പിച്ചിരിക്കുന്നു. മ്യൂസിയത്തിനു പുറമെ ഇവിടെ ഒരു ഹെർബൽ ഗാർഡൻ, ഡിയർ പാർക്ക്, പഠനശാല എന്നിവയുമുണ്ട്. ഷൂട്ടിംഗ് ലൊക്കേഷനായി വളരെ പ്രശസ്തമായ ഹിൽ പാലസ് നിരവധി മലയാളം സിനിമകളുടെയും കാഴ്ചകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പേര് പോലെ തന്നെ ഒരു ചെറിയ കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രസാദം പ്രകൃതി ദൃശ്യങ്ങളാലും അതിശയിപ്പിക്കുന്നു. സന്ദർശകർക്ക് ചരിത്രം, പൈതൃകം, ശില്പകല, പ്രകൃതി എന്നിവ ഒരുമിച്ച് അനുഭവിക്കുന്ന അപൂർവമായ ഇടങ്ങളിൽ ഒന്നാണ് ഹിൽ പാലസ് തൃപ്പൂണിത്തുറ. ഇതിൻ്റെ സന്ദർശന സമയം എന്ന് പറയുന്നത് തിങ്കളാഴ്ച ഒഴികെ എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെ ഇത് തുറന്നിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രവേശന ഫീസ് എന്ന് പറയുന്നത് വയസ്സിനനുസരിച്ചാണ് ഇവിടെ ഫീസ്. അതായത് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കൺസെഷൻ നിരക്കുമുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് നമ്മളെ കൊച്ചിയിലുള്ള ഹിൽ പാലസ് എന്ന് പറയുന്നത്. അതായത് ചരിത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അതേപോലെ പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഏറ്റവും പറ്റിയ ഒരു സ്ഥലമാണ്, ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മളെ കൊച്ചിയിലെ ഹിൽ പാലസ് മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ ഒന്ന് വന്ന് സന്ദർശിക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കുറച്ച് കാഴ്ചകളും കൂടിയുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഹിൽ പാലസിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മളെ മണിച്ചിത്തത്ത എന്ന സിനിമയിൽ ഷൂട്ട് ചെയ്ത ആ ഒരു കുളത്തേക്ക് പോകുന്നൊരു വഴിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് ആ സിനിമയിൽ കാണാൻ പറ്റും. ആ മണിച്ചിത്തത്ത എന്ന സിനിമയിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു കുളം, അതേപോലെ തന്നെ അതിൽ കാണിച്ച പല സീൻസും നമുക്കിപ്പോൾ പാലസിനുള്ളിലായാലും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇനി അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ അവിടെ ചെറിയൊരു ആദ്യമായിട്ട് കൊച്ചി രാജാക്കന്മാർ നിർമ്മിച്ച ഒരു ചെറിയൊരു കൊട്ടാരമായിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അവരിവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അതിന് ശേഷമാണ് പിന്നെ കൊട്ടാരം വെച്ച് അങ്ങോട്ട് മാറിയത്. അപ്പോൾ അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ആ മണിച്ചിത്രത്താഴിൽ കണ്ടിരിക്കുന്ന ആ ഒരു കുളം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളെ കുളം എന്ന് പറയുന്നത്. മണിച്ചിത്രത്താഴി എന്ന സിനിമയിൽ ഷൂട്ട് ചെയ്ത ഒരു കുളമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് അടുത്തേക്ക് പോകാനുള്ള ഒരു ആക്സസ് ഇല്ല. അപ്പോൾ അതോടാണ് നമ്മൾ വിട്ട് നിന്ന് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഹിൽ പാലസിൽ നേരെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മൾ മീൽസാണ് വാങ്ങിയത്. അപ്പോൾ മീൽസൊക്കെ കഴിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വേണ്ടി പോവുകയാണ്. നമ്മുടെ ലാസ്റ്റ് സ്ഥലമായിട്ടുള്ള കേരള മ്യൂസിയത്തിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. ഇനി ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഇന്ത്യയിലെ ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളുടെ പല സംസ്ഥാനങ്ങളുടെയും കലാരൂപങ്ങളാണ്, ആർട്ട് ഫോംസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരത് റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ ആർട്ട് ഫോംസ് മാത്രമല്ല ഉണ്ടായിരുന്നത്, അവിടുത്തെ ആളുകൾ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുന്നത്, അവരുടെ ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെയാണ് ഇവിടെ അതും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർട്ട് ഫോംസ് മാത്രമല്ല, അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സുകളെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇനി അടുത്ത കാഴ്ചകളിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് അവിടെ തന്നെയുള്ള നെക്സ്റ്റ് ബിൽഡിങ്ങിലുള്ള ആർട്ട് ഗാലറിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ആർട്ട് ഗാലറിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. കേരള മ്യൂസിയം ഓഫ് കേരള ഹിസ്റ്ററി എന്നും അറിയപ്പെടുന്നു. എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിലുള്ള ഏറ്റവും പഴയ ചരിത്ര മ്യൂസിയങ്ങളിലൊന്നാണിത്. 1986 ആർ മാധവൻ നായരാണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. മാധവൻ നായർ ഫൗണ്ടേഷൻ എന്ന ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഇത് നടത്തിക്കൊണ്ടുപോകുന്നത്. 4 പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകളാണ് അവിടെ ഉള്ളത്. അതൊന്ന് ആർട്ട് ഗാലറി, പിന്നെ പെയിൻറ്റിങ് ഗാലറി ഉണ്ട്, ഡോൾ ഗാലറി ഉണ്ട്, പിന്നെ ലാസ്റ്റാണ് നമ്മളെ ഈ ഹിസ്റ്ററി ഗാലറി, അതായത് കേരളത്തിൻ്റെ ഹിസ്റ്ററി പറയുന്ന ഒരു ഗാലറി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പോകാം. കേരള മ്യൂസിയത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗാലറികളിലൊന്നാണ് മ്യൂസിയം ഓഫ് കേരള ഹിസ്റ്ററി. കേരളത്തിൻ്റെ ചരിത്രത്തിലെ പ്രധാന വ്യക്തികളെയും സംഭവങ്ങളെയും 36 വ്യത്യസ്ത സീനുകളായി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഗാലറി സന്ദർശിക്കുന്ന ആളുകൾക്ക് ഒന്നുകിൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളത്തിലോ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ വോയിസ് അവിടെ കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പോലെയാണ് ഇവിടെ അവർ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഗാലറിയിൽ നമുക്ക് പ്രധാന വ്യക്തികളെയും അവരുടെ സംഭവങ്ങളെയും ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ധാരാളം പ്രസിദ്ധമായിട്ടുള്ള വ്യക്തികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ അവർ വന്ന സംഭവങ്ങളും കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി തന്നെ നമുക്കൊരു ഷോർട്ട് ടൈമിൽ തന്നെ നമുക്കിവിടെ ഇവർ കാണിച്ചു തരികയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ കേരള മ്യൂസിക് കണ്ടു. ഇപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് സീരീസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ കൊച്ചിയിലേക്കുള്ള വ്ളോഗ് സീരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതുതായിട്ടുള്ള സ്ഥലങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യാൻ ഇങ്ങോട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇനിയും ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇവിടെ ജെയിൻ ടെമ്പിൾ ബാക്കിയുണ്ടായിരുന്നു, പിന്നെ ഒരു ബസിലിക്ക എന്ന് പറഞ്ഞൊരു ചർച്ചും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ നിങ്ങളെല്ലാവരും വരിക വീണ്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചു വന്ന സമയത്ത് വൈകുന്നേരം ചായക്കടി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെറിയൊരു കഫേയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ പല ടൈപ്പ് കടികളുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് തിന്നാൻ തോന്നും, പക്ഷെ നമ്മൾ കഴിച്ചു, അത്യാവശ്യമൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മളിനി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാത്രി നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി, രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ കയറി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.